ഹലോ ഫ്രണ്ട്സ്, മാമന്നൻ എന്ന സിനിമയ്ക്ക് ശേഷം വടിവേലും ഫഹദ് ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ് മാരീസൻ. മാരീസൻ എന്ന സിനിമയുടെ ട്രെയിലർ ഇന്നലെ റിലീസായിട്ടുണ്ട് നൈറ്റ്. അപ്പോൾ അതാണ് നോക്കാൻ പോകുന്നത്. നേരെ വീട്ടിലോട്ട് പോവാം. സൂപ്പർ ഗുഡ് ഫിലിംസ്, ഈ ഫോർ എൻ്റർടൈൻമെൻറ്റ്, ഫഹദ് ഫാസിൽ. நான் எப்பவுமே யோசிப்பேன், இந்த ஆகாயத்துல பறக்கிற கொக்கு எப்படி தண்ணிக்கடியில் வாழ்ற மீன் சாப்பாட வந்துச்சு. என்னமோ ஒரு கனெக்ஷன், அந்த கனெக்ஷன் வடிவேலு. திருவண்ணாமலையில ஒரு ஃப்ரெண்ட் இருக்கான். நான் அங்கேயே போறேன். திருவண்ணாமலை வாங்க சார், ஜாலியா இருக்கு. எனக்கு கொஞ்சம் நாம அல்சிமஸ் അൽഷിമേഴ്സ് മറവില് பைக்ல திருவண்ணாமலைக்கு போயிட்டு இருந்தோம். நான் எதுக்குப்பா திருவண்ணாமலைக்கு போனோம்? நேற்று நைட்டு கூட கரெக்டா பண்ணீங்களா? இது சரிப்பட்டு வராது. இப்போ பிளான் என்ன? ஏமா ரொம்ப நேரமா ஒரே கியர்ல போற போல இருக்கேன். கொஞ்சம் கியர் தான் மாத்துறேன். பைக் பத்தி ஏதாவது தெரிஞ்சா செக் பண்ணி சொல்லுங்க. உடனே கண்டுபிடிச்சோம். മിസ്സിങ് ഓൺലൈനാണ് സംഭവം. இருக்கணுமா வேணாம்? லொகேஷன் ட்ராக் பண்ண முடியுதா? മോനെ பயமா இருக்குப்பா. எதுக்கு? കിഡ്നാപ്പിംഗ് ആണത് സംഭവം. ഫഹദ് ഫാസിൽ വടിവേലിനെ കിഡ്നാപ്പ് ചെയ്യണം. பொறுமையா போயிட்டு இருக்கேன். எப்போ என் கண்ட்ரோல் போக போறேன்னு எனக்கே தெரியும். நான் திரும்பவும் சொல்றேன், அவர்கிட்ட இருந்து பணத்தை அடிக்கிறது தான் உன்னோட பிளான். புரிஞ்சுதா? அவரோட நம்புற மாதிரி நடி. ക്യാഷ് അടിച്ചു മാറ്റുന്ന പരിപാടിയുണ്ട്. வாழ்க்கையிலேயே மறக்க முடியாது. ഫഹദ് ഫാസിൽ നമ്മളെ വടിവേലുവിൻ്റെ കയ്യിലുള്ള இதை மறந்துட்டு അവരെ കൂടെ കൂടിയിട്ടേ மறந்துட்டனா மூன்றாம் கமல் மாதிரி. ஐயா, அந்த மாதிரி மகாநடிப்பில் எனக்கு வராது. മാരീസൻ. ഫഹദ് ഫാസിൽ, ഡയറക്ടർ സുധീഷ് ശങ്കർ. നല്ല അടിപൊളി ഒരു ട്രെയിലറായിരുന്നു. സൂപ്പർ ട്രെയിലറായിരുന്നു. നമ്മുടെ വടിവേലും ഫഹദ് ഫാസിലുമുള്ളൊരു മാരീസൻ എന്ന സിനിമയുടെ ട്രെയിലറാണ് കണ്ടത്. സൂപ്പർ ട്രെയിലറായിരുന്നു. എന്തൊക്കെയോ ഒരുപാട് നിഗൂഢവും മറ്റേ കുഴപ്പിച്ച് വെച്ചിട്ടുള്ള ട്രെയിലർ. അതുപോലെ തന്നെ ട്രെയിലറിൽ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. കാരണം ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ എന്തോ ഒരു കുറച്ച് തട്ടിപ്പുള്ളൊരു ക്യാരക്ടറായിട്ട് തോന്നുന്നത് കണ്ടിട്ട്. അതുപോലെ വടിവേലുവിൻ്റെ പിന്നാലെ കൂടുന്നതും എന്തൊക്കെയോ അടിച്ചു മാറ്റാനുള്ള ഒരു പരിപാടിയൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഒരു മിസ്സിങ്ങും എന്തൊക്കെയോ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അറിയാം എന്തൊക്കെയാണ് അതിലെ ആ ഒരു പോക്ക് എന്നൊക്കെ. എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.